ഏ നീ എന്താ പറയുന്നേ? ആനന്ദനൊന്ന് ചിരിച്ചു. മാമ ഞെട്ടിയല്ലേ? ഞാൻ സത്യമാ പറഞ്ഞത്. പിന്നെ ഞെട്ടാതിരിക്കൂ. കൊല്ലം കുറേയായെന്ന് പറയുമ്പോൾ ഒരു 10ൽ പഠിക്കുന്ന സമയത്ത്. അന്നവൾ 6ൽ പഠിക്കുക. ഏ എന്നിട്ട് പോരട്ടെ? ഏയ് അങ്ങനെ പോരാൻ മാത്രം ഒന്നുമില്ല. ഭംഗിയായി എഴുതിയ ഉണ്ടക്കണ്ണുകൾ കണ്ടപ്പോഴേ ഞാൻ വീണു. പക്ഷെ പ്രായം, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ പോയില്ല. നന്നായി. ആനന്ദൻ അയാളെ കൂർപ്പിച്ചു നോക്കി. ശങ്കരൻ ഒന്ന് ചിരിച്ചു. നീ ബാക്കി പറ. ബാക്കി? അവൻ ഉറക്കെ ചിരിച്ചു. ആരെയും അറിയിക്കാതെ ഞാൻ കുറേ കാലം ഉള്ളിൽ കൊണ്ടു നടന്നു. പിന്നെ പരീക്ഷ സമയത്ത് അമ്മ മരിക്കുന്നത് അവിടുന്ന് കുറച്ചൊക്കെ എൻ്റെ മനസ്സിനെ ബാധിച്ചു. ആരോടും മിണ്ടാതെയൊക്കെ നടന്നു. പിന്നെ +2 പഠിക്കുന്ന സമയത്താ അമ്മയുടെ വകയിലെ ഒരു അമ്മാവൻ വന്നത്. അയാൾക്ക് സ്വത്ത് വായിക്കണമത്രേ. പിന്നെ മാമയ്ക്ക് അറിയാമല്ലോ, അമ്മ ഉള്ളപ്പോൾ അയാൾ കുറെ ദ്രോഹിച്ചതാ. എന്നിട്ട് സ്വത്ത് ചോദിച്ചു വന്നിരിക്കുന്നു. ദേഷ്യ തോന്നിയത്. ആ ദേഷ്യം തീരുന്നവരെ അയാളെ തല്ലി. ഓടി അയാൾ കവലയെത്തി അവിടെയിട്ടും തല്ലി. അവസാനം കയ്യിൽ കിട്ടിയത് മജീദിക്കടെ ഇറച്ചി വെട്ടുന്ന വെട്ടുകത്തിയ. അത് കണ്ട് അയാൾ ഓടി. എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അതിലെനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ വെട്ടുകത്തി പിടിച്ച് തിരിഞ്ഞപ്പോൾ കണ്ടത് എന്നെ പേടിച്ച് അമ്മയുടെ പുറകിൽ കണ്ണടച്ച് ഇറുക്കി പിടിച്ചു നിൽക്കുന്ന അവളെയാ. അതോടെ തീർന്നു. അല്ല, എല്ലാം തീർത്തു. പ്രണയം കാണേണ്ട കണ്ണിൽ കണ്ടത് ഭയമാണ്. ഒരു ഭ്രാന്തനോടുള്ള ഭയം. പിന്നെ വഴിയിൽ വെച്ച് കാണുമ്പോഴേക്ക് അവൾ പേടിച്ച് ചുറ്റും നോക്കുന്നേ കാണാം. അത് കാണുമ്പോഴേ എനിക്ക് ഭ്രാന്ത് കയറും. ആനന്ദൻ കൈവരിയിൽ ശക്തിയായി അടിച്ചു. അതിന് അവൾക്കറിയില്ലല്ലോ നീ ദേഷ്യം തീർത്തതാണെന്ന്. ഓ, അറിഞ്ഞാൽ ഇപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചേനെ. മാമ ഒന്ന് പോയേ. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്നാ. നീ എന്തേലും ഒന്ന് ഉറപ്പിക്കാൻ എന്താ? എനിക്ക് വീട്ടിൽ പോവേണ്ടതാ. ആ കുറച്ചുകൂടെ കഴിയട്ടെ. കുള്ളത്തെ വിശ്വസിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ. അപ്പോൾ ഈ ആണ്ടിലൊന്നും കല്യാണമില്ലല്ലേ? അത് അവൾക്കും കൂടി തോന്നണം. എൻ്റെ ഉള്ളിലേക്ക് കയറി. എൻ്റെ ദൈവമേ, ഇതുങ്ങൾക്ക് രണ്ടിനും എന്ന് പ്രണയം തോന്നി കല്യാണം ആവാനാ? അയാൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു. ഭദ്രയ്ക്ക് സത്യയുടെ കൂടെ അപരിചിതത്വം ഒന്നും തോന്നിയില്ല. എല്ലാം അറിഞ്ഞ് സംസാരിക്കുന്ന പോലെ മിതമായി സംസാരിക്കുന്നുള്ളൂ. വൈകുന്നേരം വിളക്ക് കൊളുത്തി വരുന്ന കണ്ടപ്പോൾ ആ മുഖത്തെ തെളിച്ചം കണ്ടതാണ്. പക്ഷേ ഇവിടെ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല. വേഗം ഒരു ജോലി കണ്ടുപിടിക്കണം. ഭദ്രയ്ക്ക് കൊടുത്ത മുറിയിലേക്ക് അവൾ കയറി. ചെറിയൊരു വീടാണ്. വലിയ മുറ്റവും ചെറിയൊരു ഉമ്മറും വലിയ ഹാളും. ഹാളിനോട് ചേർന്ന് 2 മുറികൾ. ഹാളിൽ നിന്ന് നേരെ പോകുന്നത് ചെറിയ അടുക്കളയിലേക്ക്. അടുക്കളയ്ക്ക് പുറത്ത് ചെറിയൊരു വരാന്ത. അതിൻ്റെ ഏറ്റവും അറ്റത്ത് ബാത്റൂം. വരാന്തയ്ക്ക് പുറത്ത് ചെറിയൊരു പച്ചക്കറി തോട്ടമാണ്. ഭദ്രയ്ക്ക് എല്ലാം കൊണ്ടും വീട് ഇഷ്ടമായി. ചെറിയതാണെങ്കിലും വൃത്തിയുള്ള വീട്. അത്താഴം സത്യ തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. അത്താഴം കഴിക്കുന്ന സമയത്ത് അധികം സംസാരിക്കാൻ നിന്നില്ല. ചോദിക്കുവാനും മാത്രം മറുപടി കൊടുത്തു. ഭദ്ര കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളെടുത്ത് നടക്കുമ്പോൾ പുറകിൽ നിന്ന് വിളി വന്നിരുന്നു. എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഞാൻ തന്നെയാ ചെയ്യാറ് എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ് തിരിഞ്ഞു നടന്നു. പിറ്റേന്ന് സത്യയുടെ വർത്തമാനം കേട്ട് അവൾ ഉമ്മറത്തേക്ക് ഇറങ്ങി നോക്കി. ശങ്കരനാണ്. ഭദ്രയെ കണ്ടതും അയാൾ പുഞ്ചിരിച്ചു. ഞാൻ ഭദ്രയെ കാണാൻ വന്നതാ. ശങ്കരൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഭദ്ര സംശയത്തോടെ ശങ്കരനെയും സത്യയും മാറി മാറി നോക്കി. സംശയിക്കേണ്ട, രാഘവൻ കുട്ടിയുടെ ജോലിക്കാരും പറഞ്ഞിരുന്നു. മേലിടത്തെ സ്കൂളിൽ ഒരു സോഷ്യൽ ടീച്ചറുടെ ഒഴിവുണ്ട്. അപ്പോൾ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഭദ്രയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവൾ സന്തോഷത്തോടെ ശങ്കരൻ നോക്കി തലയാട്ടി. എന്നാൽ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് സ്കൂളിൽ ചെന്നാൽ മതി. ഇന്നൊരു 10:30 ഇറങ്ങിക്കോ. ശങ്കരൻ പറഞ്ഞു കേട്ട് അവൾ തലയാട്ടി ഉള്ളിലേക്ക് കടന്നു. നല്ല സന്തോഷമായി കുട്ടിക്ക്. ശങ്കരൻ ചിരിച്ചു. ഭദ്രയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു ജോലി. അവൾ ബാഗിൽ നല്ല സാരികൾ തിരഞ്ഞു. ഇല്ല, ആകെ 2 എണ്ണമുണ്ട്. അവൾ അതിൽ നിന്നും ഒരു ഇളനീല സാരിയെടുത്ത് ദേഹത്ത് വെച്ച് കണ്ണാടി നോക്കി പുഞ്ചിരിച്ചു. ഭദ്ര കൃത്യം 10:30 തന്നെ ഇറങ്ങി. മേലയിടത്തേക്ക് നോക്കണ്ടെന്ന് കരുതിയെങ്കിലും നോട്ടമൊന്ന് പാളിപ്പോയി. ഉമ്മർത്ത് തന്നെ തൂണി പിടിച്ചു നിൽക്കുന്നുണ്ട് അനന്തൻ. അവനും ഭദ്രയെ നോക്കുമായിരുന്നു. ഭദ്ര നോക്കുന്നത് അനന്തൻ കണ്ടു. ഭദ്ര വേഗം നോട്ടം മാറ്റി നേരെ നോക്കി. എൻ്റെ മഹാദേവ, തെറ്റായ വഴിയൊന്നും കാണിക്കല്ലേ. എനിക്ക് അർഹതപ്പെട്ടത് എന്നിൽ കാണിക്കണേ. അവൾ മൗനമായി പ്രാർത്ഥിച്ചു. ഭദ്ര കുറച്ച് മുന്നോട്ട് നടന്നതും പുറകിൽ ഹോണടിക്കുന്ന കേട്ടു. അവൾ വേഗം വഴിയിൽ ഒരു വശത്തേക്ക് നീങ്ങി നിന്നു. കാർ ഭദ്രയുടെ ഒപ്പം കൊണ്ട് നിർത്തി. വരുന്നോ മോളെ? ഞങ്ങൾ സ്കൂളിലേക്കാ. ശങ്കരൻ തല പുറത്തേക്കിട്ടു. ഭദ്ര ഇല്ലെന്ന് തലയാട്ടി. വായോ, ഇനി അത്ര ദൂരം നടക്കണ്ടേ? വന്നു കയറും മോളെ, ശങ്കരൻ നിർബന്ധിച്ചു. ഭദ്ര മനസ്സിലെ മനസ്സോടെ തലയാട്ടി. പുറകിലേക്ക് കയറിക്കോ. ഭദ്ര തലയാട്ടി. പുറകിലെ ഡോർ തുറന്നതും ഞെട്ടി അനന്തൻ. അവൻ കയ്യിൽ പിടിച്ച ഫോണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചിരിക്കുകയാണ്. ഭദ്ര ശങ്കരനെ ഒന്ന് നോക്കി. കയറിക്കോ മോളെ, അവൾ സംശയത്തോടെ നിൽക്കുന്ന കണ്ട് പറഞ്ഞു. ഭദ്ര വിറയലോടെ ഉള്ളിലേക്ക് കയറി ഡോർ അടച്ചു. ഡോറിൻ്റെ വശത്തേക്ക് നീങ്ങിയിരുന്നു. കാർ മുന്നോട്ട് പോയി. ഡോർ ലോക്കല്ല. ഒരുപാട് നീങ്ങിയാൽ വെളിയിൽ കിടക്കും. ഭദ്ര ഡോറിലേക്ക് നീങ്ങി നീങ്ങി പോകുന്നേ കണ്ട് ആനന്ദൻ അവളെ നോക്കി പറഞ്ഞു. ഭദ്ര അവനെ നോക്കി തലയാട്ടി. ആനന്ദൻ വീണ്ടും ഫോണിലേക്ക് നോക്കി. ഭദ്ര ഫോണിലേക്ക് പാളി നോക്കി. കാൽക്കുലേറ്ററാണ്.
ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ മാമി. ആനന്ദൻ മടിയിലിരിക്കുന്ന പേപ്പർ ശങ്കരനെ ഏൽപ്പിച്ചു. ഇത് ഇനി മില്ലിലെത്തിയിട്ട് നോക്കാം അനന്ത. അയാൾ പേപ്പറൊക്കെ ബാഗിൽ വെച്ചു. സ്കൂളിലെത്തിയതും ഭദ്രയും ശങ്കരനും ഇറങ്ങി. ഭദ്രയോട് നടന്നോളാൻ പറഞ്ഞ് ശങ്കരൻ അനന്തനെ നോക്കി. നീ വരുന്നില്ലേ? ഏയ്, ഞാൻ വന്നാൽ മുറുമുറുപ്പ് കൂടും. അവളോട് പറഞ്ഞേക്ക്. ഒളിഞ്ഞും തെളിഞ്ഞും പരലും പരലും പറയും. അതൊന്നും കേട്ടാൽ മോങ്ങാൻ നിൽക്കണ്ട. നല്ലപോലെ തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ അനന്തൻ ഗൗരവത്തോടെ പറഞ്ഞു. കാറാങ്ങുന്നതും ശങ്കരൻ ഒന്ന് ചിരിച്ചു. പിന്നെ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ കരയുന്ന ഒരാൾ ഇവൻ്റെ അല്ലേ പെണ്ണ്. പറയുന്നവർക്ക് അറിയാതിരുന്നാൽ നന്ന്. അയാൾ സ്കൂളിലേക്ക് കയറി. എച്ചൻ ലീവായതുകൊണ്ട് ഭദ്ര പ്രധാന അധ്യാപികയുടെ അടുത്തേക്കായിരുന്നു പോയത്. മോളെ, എന്താ അമ്മാവ? അത് പലരും പലതും പറയും. അത് കേട്ട് മോള് കരയൊന്നും വേണ്ട കേട്ടോ. തിരിച്ചു നല്ല മറുപടി കൊടുത്തേക്ക്. ശങ്കരൻ പറഞ്ഞതിന് ഭദ്ര ഒന്ന് ചിരിച്ചേയുള്ളൂ. പ്രധാന അധ്യാപികയുടെ നിർദ്ദേശപ്രകാരം നാളെ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഭദ്ര പുറത്തേക്ക് വന്നതും പല ടീച്ചേഴ്സും അവളെ പരിചയപ്പെടാൻ വന്നു. വനജ ടീച്ചർ, നിഷ, മനോജ്, ലളിത, ദേവ്, സിന്ധു, ബീന, അങ്ങനെ ഒത്തിരി ടീച്ചേഴ്സ്. ഭദ്ര ഇറങ്ങിയതിനു ശേഷം പലരും പല വിധത്തിൽ പറയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നടന്നകലുന്ന ഭദ്രയെ നോക്കി തിളക്കമാർന്ന മിഴികളോടെ ദേവ് കൈകെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഭദ്ര വേഗം നടന്നു. സമയം ഉച്ചയായി. നല്ല വെയിലും. ഇത്ര നേരം വൈകുമെന്ന് കരുതിയില്ല. ടീച്ചേഴ്സൊക്കെ നല്ലതാണ്. ഭദ്ര പുഞ്ചിരിയോടെ ഓർത്തു. പെട്ടെന്നാണ് ഒരു കൈ അവളെ വലിച്ച് വേലിയോട് ചേർത്ത് നിർത്തിയത്. ഭദ്ര ഞെട്ടലോടെ നോക്കി. വേണു. അയാളുടെ മുഖത്ത് പ്രത്യേക ഭാവം, പക എല്ലാം തെളിഞ്ഞു കാണാം. വേണു. അയാളുടെ മുഖത്ത് പ്രത്യേക ഭാവം, പക എല്ലാം തെളിഞ്ഞു കാണും. ഭദ്ര ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല. അവൾ കൈ കുതറി. വിട്, വിടാൻ. ഭദ്ര കുതിറിയപ്പോൾ അയാൾ അവളുടെ കൈ പിന്നിലേക്ക് ചേർത്ത് അവളെ അയാളുടെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. വിടാനോ? നിന്നെ ഞാൻ ഒരിക്കലും വിടില്ലടി. നീ കാരണമുണ്ടായ നഷ്ടം നീ മൂലം തന്നെ തീർക്കും ഞാൻ. ഭദ്ര അയാളെ കോപത്തോടെ നോക്കി കുതിറിക്കൊണ്ടിരുന്നു. ഓ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, നിന്റെ ഈ ചെറുത്തുനിൽപ്പ്. അയാൾ അവളുടെ കഴുത്തിലേക്ക് മുഖം കൊണ്ടുപോയി ശ്വാസം വലിച്ചു. ഓ, ഈ മണം. ഇപ്പോഴേ നിന്നെ അങ്ങ്. വേണു പറഞ്ഞ് മുഴുവിപ്പിക്കും മുമ്പ് ഒരു ഹോണടി കേട്ടു. വേണു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കാറിനുള്ളിൽ ജ്വലിക്കുന്ന കണ്ണുകളുമായി ആനന്ദം വീണ്ടും ഹോണമർത്തി. വേണു അവനെ കണ്ടതും വേഗം ഭദ്രയിൽ നിന്നും കൈകൾ വിട്ടു. ഭദ്ര കണ്ണീരോടെ അങ്ങോട്ട് നോക്കി. കാറിൽ ആനന്ദനെ കണ്ടതും അവൾക്ക് വീണ്ടും കരച്ചിൽ വന്നു. ആനന്ദൻ കാറിൽ നിന്നും ഇറങ്ങി. ഭദ്ര വേഗം വേണുവിനെ മറികടന്ന് പോവാനാഞ്ഞതും വേണു അവൾക്ക് മുന്നിൽ തടസ്സം നിന്നു. ആനന്ദൻ കാറിൻ്റെ ഡോറിൽ ചാരി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. ഇവൻ്റെയൊക്കെ ധൈര്യത്തിലാണോ നീ നെകളിക്കുന്നേ? വേണു ഭദ്രയെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു. ഭദ്ര തലതാഴ്ത്തി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. നിനക്ക് നാണമുണ്ടോടി കണ്ടവളുമാരുടെ ഭർത്താവാൻ പോകുന്നവരെ? വേണു പറഞ്ഞു. ദേ, ബാക്കി പറയുന്നതിന് മുമ്പ് ഭദ്ര അയാൾക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തി. എല്ലാവരും തന്നെപ്പോലെ കാമഭ്രാന്ത് എടുത്ത് നടക്കല്ല. തന്നെപ്പോലെ തന്നെയാണ് എല്ലാവരും എന്ന് കരുതരുത്. ഭദ്രയ്ക്ക് കണ്ടവളുമാരെ കെട്ടാൻ പോകുന്ന ഒരുത്തനെയും വേണ്ട. ഭദ്ര ഇത്ര നാളും ആരും പ്രതീക്ഷിച്ചല്ല ജീവിച്ചത്. ഇനിയും അങ്ങനെ ജീവിക്കാൻ ഭദ്രയ്ക്കറിയാം. കിതപ്പോടെ പറഞ്ഞ് അവൾ അയാളെ മറികടന്നു നടന്നു. അനന്തൻ അത് കേട്ട് ഒന്ന് ചിരിച്ചു. ഭദ്ര പോയതും അവൻ മെല്ലെ വേണുവിനടുത്തേക്ക് നടന്നു. വേണു വേഗം പടിപ്പുര കടക്കാൻ നോക്കി. ഏയ്, അവിടെ ഒന്ന് നിന്നേ. അനന്തൻ സിഗരറ്റ് താഴെയിട്ട് മുണ്ട് മടക്കി കൊടുത്തു. എന്താടാ? വേണു ധൈര്യം സംഭരിച്ച് പുച്ഛത്തോടെ ചോദിച്ചു. അവളെ എന്തിനാ കയറി പിടിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാവരുത്. അനന്തൻ രണ്ടിടുപ്പിലും കൈവച്ചു നിന്നു. രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ പറയാൻ നീ ആരാടാ? നീ നിന്റെ പെണ്ണിൻ്റെ കാര്യം നോക്കിയാൽ മതി പാർവതിയുടെ. വേണു പറഞ്ഞു. അതിന് അനന്തൻ ഒന്ന് ചിരിച്ചു. അയ്യോ, അപ്പോൾ അറിഞ്ഞില്ലേ? പാർവതി കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കാര്യം തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അവളെ തൊടാൻ പോയിട്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. കേട്ടല്ലോ? അനന്തൻ പറഞ്ഞതിന് വേണു ഒന്ന് ഞെട്ടി. എന്നാലും അയാൾ വിട്ടുകൊടുത്തില്ല. ഞാൻ അവളെ തൊടും, ഇനിയും തൊടും. എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ അതൊക്കെ ചെയ്യും. അതൊക്കെ വേണ്ടെന്ന് പറയാൻ നീയാരാ? വേണു ചോദിച്ചു. അനന്തൻ ചുറ്റും നോക്കി. ആരുമില്ല. അവൻ ചിരിച്ചുകൊണ്ട് വേണുവിനടുത്തേക്ക് നീങ്ങി നിന്ന് അയാളുടെ കൈപിടിച്ച് പിന്നിലേക്ക് തിരിച്ച് വിരലുകൾ മടക്കി ഒടിച്ചു. വേണു വേദന കൊണ്ട് അലറി. അനന്തനെ അയാൾ തടയാൻ ശ്രമിക്കുന്ന മറ്റേ കൈ കൂടെ തിരിച്ച് നിവർത്തി കഴുത്തിലോട് ചുറ്റിപ്പിടിച്ചു. അവനോട് ചേർത്ത് നിർത്തി. എന്നെ അനുസരിക്കാതിരുന്നാൽ എന്താവുമെന്ന് അറിയില്ലേ? മൂത്രം പോവാതെ ഈ ഭാഗത്ത് ഒരെണ്ണം കിടന്നത് ഓർമ്മയില്ലേ? ചോര ഒലിച്ച് ഇപ്പോഴും ശരിയാവാതെ വീട്ടിൽ ബെഡ് റെസ്റ്റ് എടുക്കുന്ന ഒരെണ്ണം അതുപോലെ കിടക്കേണ്ടി വരും. അതിനേക്കാളും അക്രമായി കിടത്തും ഈ അനന്തൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. അനന്തൻ അയാളുടെ ചെവിയിൽ പറഞ്ഞു കഴിഞ്ഞതും അയാളെ വേലിയിലേക്ക് തള്ളി. വേണു വിശ്വാസം വരാതെ അനന്തനെ നോക്കി. നീയാണോടാ രാജശേഖരനെ? അനന്തൻ ചിരിച്ചുകൊണ്ട് മീശ പിരിച്ച് തലയാട്ടി. എടാ, നിനക്കിനി അധികകാലം ആയുസില്ലടാ. നീ നോക്കിക്കോ.
ഒടിഞ്ഞ കൈ മറ്റേ കൈയോട് ചേർത്ത് പിടിച്ച് ആനന്ദനെ വെല്ലുവിളിച്ച് പടിപ്പുരയ്ക്കുള്ളിലേക്ക് കയറി. ആനന്ദൻ ചുറ്റും നോക്കിക്കൊണ്ട് കാറിൽ കയറി. മില്ലിലേക്ക് തിരിച്ചു പോകുമ്പോഴും അവൻ്റെ ചിന്ത ഭദ്രയുടെ ആ നിൽപ്പായിരുന്നു. പണിക്കാർക്ക് ഇന്ന് കൂലി കൊടുക്കണം, അതുകൊണ്ട് കാശെടുക്കാൻ വന്നതാണ്. ഉച്ചയ്ക്കാണ് ഓർമ്മ വന്നത്. ഡ്രൈവർ ഊണ് കഴിക്കുന്നത് കൊണ്ട് കാറും എടുത്ത് ഇങ്ങ് പോന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച, ഒരുപക്ഷെ താൻ ഇന്ന് കാശെടുക്കാൻ വന്നില്ലെങ്കിലോ? ഭദ്രയുടെ അവസ്ഥ. ആനന്ദൻ സ്റ്റിയറിംഗിൽ അമർത്തി പിടിച്ചു. വേണുവിൻ്റെ കൈയൊടിച്ചത് കുറഞ്ഞുപോയി. പക്ഷെ ആരെങ്കിലും അറിഞ്ഞാൽ ഭദ്രയെ മോശക്കാരിയാക്കിയേ അയാൾ സംസാരിക്കുള്ളൂ. ഭദ്രയെ ഓർത്തതും അവൻ്റെ മനസ്സിൽ ഒരു തണുപ്പ് വന്നു. നിനക്ക് കണ്ടവളുമാരെ കെട്ടാൻ പോകുന്ന ചെക്കന് വേണ്ട, അപ്പോൾ നിനക്ക് ആരെയും വേണ്ട, എന്നെയും വേണ്ട. കുള്ളത്തി, അവൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവാത്രേ. കൊല്ലും ഞാൻ, ഉണ്ടക്കണ്ണി. ആനന്ദൻ വണ്ടിയിലിരുന്ന് ചിരിച്ചുകൊണ്ട് പിറുപിറുത്തു. ഭദ്ര കണ്ണീരോടെയായിരുന്നു നടന്നത്. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചത്, പക്ഷേ ഇല്ല. തനിക്ക് ആരുമില്ല. അവിടെ വെച്ച് അനന്തിനെ കണ്ടെങ്കിലും സന്തോഷത്തെക്കാൾ ഉപരി സങ്കടമാണ് തോന്നിയത്. മറ്റൊരാളുടെ ആണെന്ന് മനസ്സ് പറഞ്ഞ് പഠിക്കുമ്പോഴും വീണ്ടും മുന്നിൽ വന്ന് നിൽക്കുന്നത് തൻ്റെ മനസ്സിനെ വീണ്ടും മോഹിക്കാൻ ഇടവരുത്തുന്നുണ്ട്. ഇനി പാർവതി കൂടി മുഖം കറുപ്പിച്ച് സംസാരിക്കുമോ എന്ന് അവൾ ഭയന്നു. ആനന്ദൻ അവളുടേതാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. വീട്ടിലേക്ക് അടുക്കുംതോറും സത്യയുടെ സംസാരം കേൾക്കാം. ഭദ്ര ഉള്ളിലേക്ക് കയറിയതും സത്യ പുഞ്ചിരിയോടെ നോക്കി. ഭദ്ര ഓടി വന്ന് സത്യയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സത്യ ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു. അവർ അവളുടെ പുറത്ത് തലോടിക്കൊണ്ടിരുന്നു. ഭദ്രയോട് മെല്ലെ സത്യ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഭദ്ര കണ്ണുകൾ തുടച്ചു തിരിഞ്ഞതും പുഞ്ചിരിയോടെ നിൽക്കുന്ന വിഷ്ണു. ഭദ്ര ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നീ എപ്പോൾ വന്നു? കുറച്ചു നേരായി. മോള് ഡ്രസ്സൊക്കെ മാറി വന്ന് കഴിക്കാൻ നോക്ക്. സത്യ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി മുറിയിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മായി, ഇതൊക്കെ തന്നെയാ പ്രശ്നങ്ങൾ. എന്തായാലും അനന്തൻ ആ നേരത്ത് വന്നത് നന്നായി. പിറ്റേന്ന് ഭദ്ര ഒരു മെറൂൺ കളർ കോട്ടൺ സാരി ഉടുത്തായിരുന്നു സ്കൂളിൽ പോയത്. നടന്ന് നടന്ന് അയാൾ വലഞ്ഞു. മേലിടത്തേക്ക് നോക്കാൻ പോയില്ല. ഇന്നലെ രാത്രി ചിലതൊക്കെ മനസ്സിലുറപ്പിച്ചതാണ്. ഭദ്ര സ്കൂളിലെത്തിയപ്പോൾ എല്ലാവരും അവളോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. ദേവും മാന്യമായി സംസാരിച്ചുവെങ്കിലും അവൻ്റെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. കൂട്ടത്തിൽ നിഷ ടീച്ചറുടെ മാത്രം വിവാഹം കഴിഞ്ഞിട്ടില്ല. ആൾക്കാണെങ്കിൽ ദേവുമാഷിനെ ഒരു നോട്ടമുണ്ട്. മനോജ് മാഷാണ് കൂട്ടത്തിൽ പഞ്ചാര. കുട്ടികളെല്ലാം മഹാവികൃതിയാണെന്ന് ഭദ്രയ്ക്ക് ചെന്നപ്പോൾ തന്നെ മനസ്സിലായി. അവർക്കെല്ലാം അറിയണം നാടെവിടെ, വീടെവിടെ, കല്യാണം കഴിച്ചോ, കുട്ടികളുണ്ടോ. എല്ലാവരോടും മറുപടി പറഞ്ഞ് ഭദ്ര മടുത്തു. 1 മുതൽ 10 വരെയുണ്ട്. ഭദ്രയ്ക്ക് 5 മുതൽ 8 വരെയുള്ള കുട്ടികളെ പഠിപ്പിച്ചാൽ മതി. തൽക്കാലം പേര് മാത്രം പറഞ്ഞ് പരിചയപ്പെട്ടു. നാളെ മുതൽ ക്ലാസ് എടുക്കാം എന്ന ധാരണയോടെ ടീച്ചറും മക്കളും പിരിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ഭദ്ര നല്ല സന്തോഷവതിയായിരുന്നു. അവൾ സത്യയോട് കുട്ടികളെക്കുറിച്ചും സ്കൂളിനെക്കുറിച്ചും വാദോരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു. അനന്തൻ രാവിലെയും വൈകിട്ടും ഭദ്രയെ കണി കാണുന്നത് പതിവായി. ഭദ്ര അടുത്ത ദിവസം സത്യയുടെ ഒരു കറുപ്പ് കോട്ടൺ സാരിയായിരുന്നു ഉടുത്തത്. ഗോൾഡൻ കരയുള്ള സാരി ഭദ്രയുടെ കളറിന് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഭദ്ര ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ഇണങ്ങിയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകിയും ക്ലാസ് എടുത്തു. കുട്ടികൾക്കൊക്കെ ഭദ്ര ടീച്ചറെ ആദ്യ ദിനം തന്നെ ഇഷ്ടമായി. ടീച്ചർമാർ ഇത്തിരി പാരിതോഷിക കമ്മിറ്റിയാണെന്ന് ഭദ്രയ്ക്ക് അന്നാണ് മനസ്സിലായത്. എല്ലാവരും കൂടി നിന്ന് പ്രധാന അധ്യാപികയെ കുറ്റം പറയുമ്പോഴായിരുന്നു ഭദ്ര കടന്നു ചെന്നത്. ഭദ്ര വന്നപ്പോൾ ഭദ്രയോടും കുറെ പറഞ്ഞു. ഭദ്ര എല്ലാത്തിനും തലയാട്ടി അവിടെ നിന്ന് വേഗം നടന്നു. അവരുടെ കൂട്ടത്തിൽ പെടാതെ മാറിയിരുന്ന് ബുക്ക് വായിക്കുന്ന ദേവ് മാഷിനെ ഭദ്ര അതിശയത്തോടെ നോക്കി. മാഷ് എപ്പോഴും ഇങ്ങനെയാണോ? ഭദ്ര അവനടുത്തേക്ക് ചെന്നു. എങ്ങനെ? ദേവ് ബുക്കിൽ നിന്നും മുഖമുയർത്തി പുഞ്ചിരിയോട് ചോദിച്ചു. അല്ല, ഈ ഒറ്റയാൻ. ഭദ്ര അതും പറഞ്ഞ് ചിരിച്ചു. ദേവ് അവളെ തന്നെ നോക്കിയിരുന്നു. കട്ടി കൂടിയ പുരികങ്ങൾക്ക് നടുവിൽ ചെറിയൊരു കറുത്ത പൊട്ടല്ലാതെ മറ്റ് ചമയങ്ങൾ ഒന്നുമില്ല. ചുവന്ന ചുണ്ടുകളും നിരയൊത്ത പല്ലുകളും ചിരിക്കുമ്പോൾ അവളുടെ അഴകു കൂട്ടി. ഭദ്ര ചിരിച്ചുകൊണ്ട് തൻ്റെ സീറ്റിൽ പോയിരുന്നു. ദേവിന് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. അവനൊന്നും മിണ്ടാതെ വേഗം പുറത്തേക്ക് നടന്നു. നിഷ ഇത് കണ്ട് ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. ദേവ് മാഷായിട്ട് കൂട്ടായോ? കൂട്ടൊക്കെ എല്ലാവരുമായിട്ട് ഒരുപോലെയാ, ഭദ്ര പുഞ്ചിരിയോടെ പറഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് തുറന്നു. നിഷ ഭദ്രയെ നോക്കിക്കൊണ്ട് തൻ്റെ സീറ്റിലിരുന്നു. വൈകുന്നേരം രാജശേഖരൻ്റെ വീട്ടിൽ വേണുവും ശാകേഷും എത്തിയിരുന്നു. അപ്പോൾ ആ വട്ടം തന്നെയല്ലേ? ആ, അവൻ തന്നെ. എന്നോട് പറഞ്ഞതാ എൻ്റെ കൈ നോക്ക്. ഭദ്രയോട് സംസാരിച്ചതിൻ്റെ പേരിൽ വെറുതെ തല്ലാൻ അവനാരാ? ശാകേഷ് രോഷം കൊണ്ടു. അല്ല ശേഖര, തനിക്കിത് കേസാക്കാൻ പറ്റുമോ? കേസാക്കാൻ പറ്റത്തില്ല. അവന് വട്ടുള്ളതല്ലേ. പക്ഷേ അവൻ ഇനി ജീവനോടെ ഉണ്ടാവില്ല. അത് ഞാനാ പറയുന്നേ. എന്നെ നോവിച്ചിട്ട് അവൻ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട. രാജശേഖരൻ അമർഷത്തോടെ മധ്യ ക്ലാസ്സിൽ പിടിമുറുക്കി. അടുത്ത ദിവസം ഭദ്ര കുട്ടികൾക്ക് പ്രിയങ്കരിയായി. ടീച്ചർമാർക്ക് അസൂയയ്ക്കും ഒരു കാരണമായി. വൈകുന്നേരം പോകുന്നതിനിടയ്ക്ക് ഭദ്ര എല്ലാം എടുത്തു വെച്ച് ഇറങ്ങി. അപ്പോഴാണ് ദേവമാഷ് അങ്ങോട്ട് വന്നത്. കുറച്ച് കുട്ടികളൊക്കെ മുറ്റത്തും വരമ്പിലും കളിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ ഇറങ്ങി.
ഭദ്ര ടീച്ചർ പോവാൻ നിൽക്കണോ? ദേവ് കുറച്ച് താക്കോലുമായി ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. ആ. ഭദ്ര ടീച്ചർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. പെൺകുട്ടികളെ ടോയ്ലറ്റിൽ പോയി അതൊന്ന് പൂട്ടിയിട്ട് വരൂ. അവിടെ കുട്ടികളുണ്ടോയെന്ന് അറിയില്ല അതാ, ദേവ് പറഞ്ഞു. അതിനെന്താ മാഷാ, താക്കോൽ ഇങ്ങതാ. ഭദ്ര ദേവിൻ്റെ കയ്യിൽ നിന്നും താക്കോൽ വാങ്ങി സ്കൂളിൻ്റെ പുറകിലേക്ക് നടന്നു. ഭദ്ര കീ വാങ്ങിയപ്പോൾ അവളുടെ കയ്യിൽ തൊട്ട തണുപ്പിൽ ദേവ് കണ്ണുകൾ അടച്ചു. അവനാ വിരലുകൾ ഉള്ളം കൈയിലേക്ക് പിടിച്ച് മറ്റു ക്ലാസ് മുറികൾ അടയ്ക്കാൻ പോയി. പാടത്തെ മാവിനരികെ ബുള്ളറ്റ് നിർത്തി ഫുട്ബോൾ കാണുകയായിരുന്നു അനന്തൻ. ഇടയ്ക്കിടെ ആരും കാണാതെ കണ്ണുകൾ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് പോവും. പ്രതീക്ഷിച്ച ആളെ കാണാതെ കണ്ണുകൾ നിരാശയോടെ തിരിച്ച് ഫുട്ബോൾ കളിയിലേക്ക് തിരിയും. അതിനിടയ്ക്കാണ് ടീച്ചേഴ്സ് എല്ലാവരും വരുന്ന കണ്ടത്. അനന്തൻ ആ കൂട്ടത്തിലേക്ക് നോക്കി. പിന്നെ നിരാശയോടെ മാവിനരികിലേക്ക് നീങ്ങി നിന്നു. എന്നാലും അവൾ വന്നപ്പോൾ തന്നെ ദേവ് മാഷിനെ കയ്യിലെടുത്തു. ഒരു സുന്ദരിക്കോത. അവളെക്കുറിച്ച് ഈ നാട്ടിൽ അത്ര നല്ല സംസാരമല്ല. ഈ നേരായിട്ടും മാഷും ടീച്ചറും ഇറങ്ങിയിട്ടുണ്ടോ? വൃത്തികെട്ടവൾ, നിഷ കലയോടെ പറഞ്ഞു. മാവിൻ്റെ മറവിൽ അനന്തനെ കണ്ടതും എല്ലാവരും നിശബ്ദമായി. ഇതെല്ലാം കേട്ടതും അനന്തൻ ദേഷ്യം കൊണ്ട് കൈകൂട്ടി പിടിച്ചു. ടീച്ചർമാർ കുറച്ചു നീങ്ങിയതും അനന്തൻ ബുള്ളറ്റ് എടുത്ത് സ്കൂളിൻ്റെ വഴിയിൽ നിർത്തി. അവൻ കണ്ടു മുറ്റത്ത് നിന്ന് സംസാരിക്കുന്ന ഭദ്രയെയും ദേവിനെയും. അനന്തൻ ദേഷ്യം മൊത്തം ഹാൻഡിലിൽ തീർത്തു. ദേവ് ബുള്ളറ്റിൻ്റെ ഒച്ച കേട്ട് പലതവണ തിരിഞ്ഞെങ്കിലും ഭദ്ര ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്തത് അനന്തൻ്റെ ദേഷ്യം കൂട്ടി. അതിനിടയ്ക്ക് ഭദ്രയുടെ അടുത്ത് നിന്ന് രണ്ട് കൊച്ചുകുട്ടികൾ തല്ലുകൂടുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഭദ്ര തിരിഞ്ഞു നോക്കിയില്ല. അനന്തൻ ബുള്ളറ്റ് ഓഫാക്കി ഇറങ്ങി ഭദ്രയുടെ അടുത്തേക്ക് ചെന്നു. അവളെ തോളിപ്പിടിച്ച് തിരിച്ചു നിർത്തി. കവിളിൽ ഇടത്തുകൈ വീശി ഒന്ന് കൊടുത്തു.